ഹായ് ഓൾ, വെൽക്കം ടു റേസ്. അപ്പോൾ ഇതാ നമ്മുടെ എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ. അപ്പോൾ ലെറ്ററിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് കംപ്ലൈൻറ്റ് ലെറ്റർ അല്ലേ? കംപ്ലൈൻറ്റ് ലെറ്റർ എന്താണ്? ഒരു ഫോർമൽ ലെറ്റർ ആണ്. കാരണം നമ്മൾ അത് ഒരു അതോറിറ്റിക്ക് അയക്കുന്ന ലെറ്റർ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കംപ്ലൈൻറ്റ് ലെറ്റർ എഴുതാൻ നോക്കിയാലോ? അപ്പോൾ കംപ്ലൈൻറ്റ് ലെറ്റർ എഴുതുമ്പം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ആരാ? നിങ്ങൾ സെൻഡർ ആണല്ലേ? അപ്പം നിങ്ങളുടെ അഡ്രസ്സ് ആദ്യം കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് വിടുക. ആ സ്പേസ് വിട്ടിട്ട് എന്ത് കൊടുക്കുക? ഡേറ്റ് കൊടുക്കുക. ഓക്കെ, ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഒരു ലൈൻ വിടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിസീവറിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. അതായത് നിങ്ങൾ ആർക്കാണോ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് ആളുടെ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സാല്യൂട്ടേഷൻ കൊടുക്കുക അല്ലേ? സർ എന്ന് പറയാം. ഓക്കെ, സാല്യൂട്ടേഷൻ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം? സബ്ജക്റ്റ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആർക്കാണോ കത്ത് അയച്ചത് അയാൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവണം ഇത് എന്തിനെ പറ്റിയിട്ടുള്ള കത്താണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് പറയും? റിഗാർഡിങ്ങിൻ്റെ മുന്നിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൂടെ കൊടുക്കാം? കംപ്ലൈൻറ്റ് എന്ന് കൊടുക്കാം കേട്ടോ. കംപ്ലൈൻറ്റ് റിഗാർഡിങ് റോഡ് ബ്ലോക്കേജ് ഡ്യൂ ടു ലാൻഡ് സ്ലൈഡ്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആരാണ് എന്ന് പറയാം. ഓക്കെ, ഐ എം ABC, എ പാസഞ്ചർ ഓൺ ബസ് നമ്പർ 185. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഗ്രാബ് യു അറ്റൻഷൻ. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസ് ആണ്. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഗ്രാബ് യു അറ്റൻഷൻ. എന്തിന്? ടുവേർഡ്സ് ദ ബ്ലോക്കേജ് ദാറ്റ് ഹാപ്പൻഡ്. അപ്പം ഞാൻ ഈ കത്ത് എഴുതുന്നത് നിങ്ങളുടെ അറ്റൻഷന് വേണ്ടിയിട്ടാണ്. എന്തിനെ പറ്റി പറയാൻ? ആ ഒരു ബ്ലോക്കേജിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നെക്സ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. എവിടെയാണ് ബ്ലോക്ക് ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഉണ്ടായത്, ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ എല്ലാ പോയിന്റും നിങ്ങളുടെ നെക്സ്റ്റ് മെയിൻ ബോഡിയിൽ വേണം. ആസ് യു ആർ അവെയർ, ഈ ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ നാനിതാൽ ടു മസൂരി. ഓക്കെ, ദ ബ്ലോക്കേജ് ഇസ് കോസിങ് മേജർ ഡിസ്ട്രെസ് ഇൻ പീപ്പിൾ. ആൾക്കാരും ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഓൾസോ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ എമർജൻസി വെഹിക്കിൾ ടു ഗോ. അപ്പോൾ എമർജൻസി വെഹിക്കിളിന് പോലും അതിൽ പോകാൻ പറ്റുന്നില്ല. As a major connecting point between two major cities, the landslide is causing harms to everybody. അപ്പോൾ ഈ ലാൻഡ്സ്ലൈഡ് കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. So I shall be much obliged if you consider our plea. ഇതും ഇതേപോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എന്നും നന്ദിയുള്ളവളാവും നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു പ്ലീ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട ആക്ഷൻസ് എടുക്കുകയാണെങ്കിൽ. ഇറ്റ് വിൽ പ്രിവെൻറ്റ് ഫർദർ ഡിസ്ട്രപ്ഷൻ ആൻഡ് വുഡ് ഹെൽപ്പ് സ്ട്രാൻഡഡ് പാസഞ്ചേഴ്സ്. അപ്പം ഇനി ആ ഒരു അവസ്ഥ വഷളാവുന്ന അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോവില്ല. ഇപ്പം തന്നെ അത് ഡീൽ ചെയ്യുകയാണെങ്കിൽ അതേപോലെ അവിടെ കുടുങ്ങി നിൽക്കുന്ന പാസഞ്ചേഴ്സിനും വലിയ ഉപകാരം. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നമ്മുടെ ലെറ്ററിനെ കൺക്ലൂഡ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ താങ്ക് യു പറയാം. താങ്ക് യു പറഞ്ഞിട്ട് പറയാം യുവേഴ്സ് ട്രൂലി എന്ത് ABC. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആ ഒരു സ്ട്രക്ചർ മറക്കാതിരിക്കുക. സെൻഡറിൻ്റെ അഡ്രസ്, ഡേറ്റ്, റിസീവറിൻ്റെ അഡ്രസ്, സാല്യൂട്ടേഷൻ, സബ്ജക്റ്റ് ആൻഡ് ദെൻ ഇൻട്രൊഡക്ഷൻ, മെയിൻ ബോഡി, കൺക്ലൂഷൻ ആൻഡ് സൈൻ ഓഫ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതാ നമ്മുടെ കംപ്ലൈൻറ്റ് ലെറ്റർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളിത് മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ആൻഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക.